നമസ്തേ ഹരിശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം മഹാദേവി നമഃ. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം. അടുത്ത നാമം വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാധിശായിനി. വ്യോമകേശി ആകാശമാകുന്ന തലമുടിയോടുകൂടിയ ദേവി. വിമാനസ്ഥ പ്രകാശരൂപരഥമായ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. വജ്രിണി വജ്രം എന്ന ആയുധം ധരിച്ചതും ദേവി. വാമകേശ്വരി വാമകേശ്വര തന്ത്രത്തിൻ്റെ അധിദേവതാരൂപമായിരിക്കുന്ന ദേവി. അടുത്തത് പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാധിശായിനി. പഞ്ചയജ്ഞങ്ങളിൽ പ്രീതിപ്പെടുന്ന ദേവി. പഞ്ചയജ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവരെയെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള യജ്ഞങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷപ്പെടുന്ന ദേവി. പഞ്ചപ്രേതമഞ്ചം അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ കട്ടിൽ, ദേവി കിടക്കുന്നത് അതിൻ്റെ കാലുകളാണ് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. അതിലെ വിരിയായിട്ട് സദാശിവനെ സങ്കല്പിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്. അതായത് 5 ദേവന്മാർ വഹിക്കുന്ന മഞ്ചത്തിൽ ശയിക്കുന്ന ദേവി. അടുത്തത് പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി. സദാശിവ പത്നിയായിരിക്കുന്ന ദേവി. പഞ്ചമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങൾക്ക് അതീശ്വരിയായിരിക്കുന്ന ദേവി. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം. പഞ്ചസംഖ്യോപചാരിണി 5 വിധം ഉപചാരങ്ങളോടുകൂടി ആരാധിക്കപ്പെടേണ്ട ദേവി. അതായത് ജലം, ഗന്ധം, പുഷ്പം, ദീപം, ധൂപം. ഇതാണ് ആ 5 കാര്യങ്ങൾ. ഇവ കൊണ്ട് ആരാധിക്കപ്പെടുന്ന ദേവി. ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി. ശാശ്വതമായ ഐശ്വര്യത്തോടുകൂടി ഇരിക്കുന്ന ദേവി. എന്നും നിലനിൽക്കുന്ന, ശാശ്വതം എന്ന് പറഞ്ഞാൽ സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നതും ദേവി. ശിവനെ മോഹിപ്പിക്കുന്നവളുമായ ദേവി ശംഭുമോഹിനി. അടുത്തത് ധര ധരസുത ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി. ധര എന്ന് പറഞ്ഞാൽ ഭൂമി. ചരാചരങ്ങളെ ധരിക്കുന്ന ഭൂമി തന്നെയായിട്ട് ഇരിക്കുന്ന ദേവി. ധരസുത ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന ദേവി. ധനസൗഭാഗ്യങ്ങളോടുകൂടിയിരിക്കുന്ന ദേവി. ധന്യ. ലോകങ്ങൾക്ക് മുഴുവൻ അതീതയായിരിക്കുന്ന ദേവി. ഗുണങ്ങൾക്കതീതയായിരിക്കുന്ന ദേവി. എല്ലാത്തിനും മീതെയാണ് ദേവിയുടെ സ്ഥാനം. ആനന്ദം ആത്മാവായിരിക്കുന്ന ദേവി. എപ്പോഴും ദേവിക്ക് ആനന്ദമാണ്. ആനന്ദ രൂപത്തിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ നോക്കിക്കാണുകയാണ് ദേവി. സർവലോകങ്ങൾക്കും അതീതയാണ്. സർവഗുണങ്ങൾക്കും അതീതയാണ്. സർവത്തിനും അതീതയാണ്. ദേവതാസങ്കല്പങ്ങൾക്കും അതീത. അതിൻ്റെ എല്ലാം മുകളിലാണ് ദേവിയുടെ സ്ഥാനം. ശമാത്മിക ശാന്തിയെ ആത്മാവായിട്ട് എടുത്തിരിക്കുന്ന ദേവി.
എപ്പോഴും ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ദേവി എന്നർത്ഥം. ഓം അമ്മേ നാരായണ ജയ. നമസ്തേ ഹരിശരണം.